രാമദാസ് വൈദ്യർ ആരായിരുന്നു? ചിലപ്പോൾ ഈ തലമുറയ്ക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടാവില്ല. എന്നാൽ കോഴിക്കോട്ടെ പഴയ തലമുറയോട് ചോദിച്ചു നോക്കൂ രാമദാസ് വൈദ്യരെക്കുറിച്ച്. ആക്ഷേപഹാസ്യത്തിൻ്റെ ചക്രവർത്തി, ചിരിയും വേറിട്ട ചിന്തയുമായി കോഴിക്കോട്ടെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന അതുല്യ പ്രതിഭ. കാൽനൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ രാമദാസ് വൈദ്യർ എക്കാലവും കോഴിക്കോട്ടുകാരുടെ മനസ്സിൽ ജീവിച്ചു നിൽക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഉദാരശീലൻ, ദയാനിധി, അതുപോലെ തന്നെ സമൂഹത്തിലെ കപടമുഖങ്ങളെ വലിച്ചു ചീന്തിയെറിഞ്ഞ ധൈര്യശാലി. ചിരിയും ചിന്തയുമായി കോഴിക്കോട്ടെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന രാമദാസ് വൈദ്യരെ ഒരിക്കലും ഒരു കോഴിക്കോട്ടുകാരനും മറക്കാൻ കഴിയില്ല. രാമദാസ് വൈദ്യരെ എപ്പോഴാണ് നിങ്ങൾ കണ്ടത് ശരിക്കും? 1971. എന്തായിരുന്നു അന്ന്? അന്ന് ഞാൻ മൂപ്പര് ഇവിടുത്തെ ഓഫീസിൻ്റെ മൂപ്പര് പട്ടയത്തിൻ്റെ ആവശ്യത്തിന് കുറേ സ്ഥലങ്ങളിൽ മൂപ്പര് അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഓഫീസിൽ വന്നതാണ്. അപ്പോൾ രാമദാസ് വൈദ്യരെ പറ്റി എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കാമെന്നല്ലാണ്ട് അന്നാ ഫസ്റ്റിൽ ഞാൻ കാണുന്നത്. കണ്ട മൂപ്പര് അപ്പം തന്നെ തമാശ കൂടിയാണ് ഓഫീസിലൊക്കെ എല്ലാവരും കയറി ഇറങ്ങി. അപ്പോൾ എനിക്ക് മൂപ്പര് എന്നോട് പറഞ്ഞു, താനൊന്ന് നാളെ ഏറ്റൊന്ന് പീടികയിൽ വരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ? അല്ല, എനിക്ക് എല്ലാ ഉപകാരം ചെയ്തെന്ന് അതിനൊന്ന് സ്മരിക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പീഡിയയിലും വരാമെന്നല്ല. ഇങ്ങനെ 71 തുടങ്ങിയതാണ് മൂപ്പരായിട്ടുള്ളത്. എല്ലാവർക്കും എന്ത് ഉപകാരങ്ങളും ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യൻ എന്ന് പറയാം. പൊതുവെ വൈദ്യരെല്ലാവരും വൈദ്യരെല്ലാവരും സഹായിക്കും. സാമ്പത്തികമായിട്ട് അല്ല, അത് എന്തൊരാളൊരു സഹായം ചോദിച്ചു വന്നാലും എനിക്ക് കഴിയില്ല എന്ന് പറയില്ല. എഴുത്തുകാർ വരുമ്പോൾ എഴുത്തുകാർ വന്നാൽ അവർക്കുള്ളതാണ് ലോഡ്ജ്, അങ്ങനെ നേരിട്ട് അങ്ങോട്ട് പോകും. രാമദാസ് വൈദ്യരുടെ അടുത്ത സുഹൃത്തുക്കളായ സാഹിത്യകാരന്മാർ ഇവരൊക്കെയായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കരപിള്ള, OV വിജയൻ, MT വാസുദേവൻ നായർ, T പത്മനാഭൻ, P പത്മരാജൻ, അടൂർ ഗോപാലകൃഷ്ണൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, കുഞ്ഞുണ്ണി മാഷ്, യേശുദാസ്, ജോൺ അബ്രഹാം, PV ഗംഗാധരൻ, കാക്കനാടൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, വയലാർ രാമവർമ്മ, തോപ്പിൽ ബാസി, VKN. ടെമ്പിൾ അറ്റാച്ച്ഡ് അല്ലേ? ടെമ്പിൾ അറ്റാച്ച്ഡ്, ബാർ അറ്റാച്ച്ഡ്, ദേവി ടെമ്പിൾ അറ്റാച്ച്ഡ്. അപ്പോൾ അടുത്ത തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ അങ്ങോട്ട് വരും. അതിലും വലിയ VIP-കളാണ് അളകാപുരിയിൽ താമസിക്കാൻ പറയും. അതൊക്കെ ബില്ലൊക്കെ മൂപ്പര് കൊടുക്കും. ഇത് ഈ സൗഹൃദമാണ് മെയിൻ. സാഹിത്യകാരന്മാരായിട്ട് അങ്ങേറ്റം വരെ അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അപ്പോൾ ഇത് ഇവർ വന്നു കഴിഞ്ഞാൽ ഈ തമാശകൾ മാത്രമാണ്, അല്ല സാഹിത്യം, അല്ല സാഹിത്യം, എല്ലാം കലയൊക്കെ ഉണ്ടാവും, ചർച്ചയുണ്ടാവും അല്ലേ? അപ്പോൾ ഈ വിരൂപരാണി മത്സരം എങ്ങനെയായിരുന്നു? അത് ടൗണിൽ സൗന്ദര്യറാണി മത്സരത്തിന് എതിരായിട്ട് മൂപ്പര് കണ്ടുപിടിച്ചൊരു പരിപാടി. അതെങ്ങനെയായിരുന്നു ഐഡിയ, അങ്ങനെ ആശയം എങ്ങനെ പ്രാവർത്തിയാക്കിയത്? അത് മൂപ്പര് അവിടെ ഒരു 1-2 അന്നത്തെ ഒരു കാളിക്കോല നാരായണൻ, അങ്ങനെ 2-3 പല വ്യക്തികൾ ഉണ്ടായിരുന്നു. ഒരു ഫൽഗുനൻ ജനയുഗത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ ആയിട്ടൊന്ന് വർത്തമാനം പറഞ്ഞ അങ്ങനെ നോക്കിയപ്പോൾ അവിടുന്ന് ഉണ്ടായ ഒരു ആശയമാണ് നമുക്ക് സർക്കാരിന്റെ ഇതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കിട്ടിയത്. ഈ വിരൂപരാജനെയും അവർക്ക് ടൗണിൽ അലക്കുകാരനും ഇവിടെ അലഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പൈസയൊക്കെ കൊടുത്തിക്കണം മൂപ്പര്. അവൻ ഡ്രസ്സ് ഇതാക്കാനും അവർക്ക് അന്നത്തെ വെള്ളവും മറ്റുമൊക്കെ വാങ്ങിക്കൊടുത്ത് അവർക്ക് നല്ല ഹാപ്പിയായി. അപ്പൊ ഇത് ഇത് വേൾഡ് ഫേമസ് ആയി പോയില്ലേ? അതെ അതെ. എവിടെ വെച്ച് നടത്തിയിരുന്നത്? അത് മുതലക്കുളത്ത് വെച്ചിട്ട്. നല്ല ആളുടെ. ഓ, പിന്നെ അന്ന് അലക്കല്ലിന് പൊന്നാടി എണീക്കണമൊന്നും കണ്ടു. മുതലക്കുളത്ത് ഈ എല്ലാ ഈ മുതലക്കുളം മൈതാനിയിൽ വന്നിട്ടുള്ള എല്ലാ പ്രാസംഗികന്മാരും പറയുന്നത് കേട്ടിട്ട് ഈ അലക്കല്ലുകളുടെ ചെവി ഒക്കെ ചെവി ഉണ്ടായിരുന്നാൽ ഒരു എണീറ്റ് ഓടുന്ന വൈദ്യർ പറഞ്ഞു. ഈ വിഴുപ്പലക്കൽ അവിടെ വെച്ചിട്ടാണല്ലോ. ഈ വിഴുപ്പലക്കുന്നതുകൊണ്ടല്ല, ഈ പ്രസംഗത്തിന്റെ അതാണ് ഏറ്റവും വലുത്. ഇത് വിഴുപ്പലക്കുന്ന കല്ലാണ്. അവരും ചെവിയൊക്കെ പോയിട്ടുണ്ടാവുന്ന. അപ്പൊ അതിന് ഓരോന്ന് ആദരിക്കാന്ന്. അപ്പൊ ആരും ചെയ്യാത്തൊരു പരിപാടിയാണത്. അതിന് ആൾക്കാർ കണ്ടമാനം ജനം ഉണ്ടായിരുന്നു.
വേറൊരു സംഭവം, വലിയൊരു സംഭവമായിട്ട് വന്നത് തെങ്ങേറ്റ. തെങ്ങേറ്റക്കോളേജ്. അതെങ്ങനെയായിരുന്നു അതിന്റെ? അത് പ്രദീപൻ എന്ന് പറഞ്ഞൊരു തേങ്ങ മൂപ്പരാണ് ആ കോളേജിന്റെ പ്രിൻസിപ്പൾ. അതെങ്ങനെയാ ആശയം വന്നത്? അത് തേങ്ങ വലിക്കാൻ ആരെയും കിട്ടുന്നില്ല. നാട്ടുകാരൊക്കെ നാളികേരൊക്കെ 3-4 മാസമായിട്ട് തേങ്ങ വലിക്കാൻ ആളെ കിട്ടാത്തതിനെ മൂപ്പര് ആകെ നാട്ടുകാർ വിഷമിച്ചിരിക്കുമ്പോൾ മൂപ്പര് അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ വലിക്കാരനെ തന്നെ കോളേജിന്റെ പ്രിൻസിപ്പാളാക്കി. നാട്ടിൽ തെങ്ങുകയറ്റക്കാരെ കിട്ടാതായപ്പോൾ രാമദാസ് വൈദ്യർ കണ്ടെത്തിയ വഴി തെങ്ങുകയറ്റക്കാരെ പരിശീലിപ്പിക്കുന്ന ഒരു കോളേജ്. നാട്ടിൽ ആർക്ക് വേണമെങ്കിലും ഈ കോളേജിൽ പ്രവേശനമുണ്ടായിരുന്നു. പക്ഷേ തെങ്ങുകയറ്റം അറിയണം. തെങ്ങുകയറ്റത്തിൽ വൈദഗ്ധ്യം നേടാനായിരുന്നു കോളേജ്. ഗവൺമെൻറ് ട്രഷറി ഓഫീസിലെ ഉദ്യോഗസ്ഥർ തൊട്ട് പോലീസുകാർ വരെ തെങ്ങുകയറ്റ കോളേജിൽ പ്രവേശനം നേടിയിരുന്നു. പ്രിൻസിപ്പളായി തെങ്ങുകയറ്റക്കാരനായ പ്രദീപ്. തെങ്ങുകയറ്റ കോളേജ് ഉദ്ഘാടനമായി എത്തിയത് അന്നത്തെ കോഴിക്കോട് ജില്ലാ കലക്ടർ UKS ചൗഹാൻ. കലക്ടർ തെങ്ങിൽ കയറി തേങ്ങ ഇട്ടുകൊണ്ട് കോളേജ് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു പരിപാടി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പാതി വഴിയെത്തിയപ്പോൾ തെങ്ങ് കയറുന്നതിൽ നിന്നും പിടിച്ചു മാറ്റി. ഏത് പുരുഷൻ്റെയും ഉയർച്ചയെ താഴെ ആക്കാൻ വേണ്ടി ഭാര്യമാർ ഉണ്ടാകുമെന്ന് രാമദാസ് വൈദ്യർ ഇതിന് കമൻ്റായി പറഞ്ഞു. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ കോഴിക്കോടെത്തി തെങ്ങുകയറ്റ കോളേജ് ഉദ്ഘാടന ചടങ്ങ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പിന്നെ അല്ലാണ്ട് 100 പരിപാടികളുണ്ട് ഇവിടെ. ഒരു പത്രക്കാരൻ വേണ്ടാത്ത ഓരോന്ന് അടിച്ചിറക്കിയപ്പോൾ ആ പത്രക്കാരൻ്റെ അതിൽ മൂപ്പര് പിറ്റേന്ന് അതേമാതിരി ഒരു പത്രം ഇറക്കി. അത് ശരി. ഇറക്കിയിട്ട് ഓൻ്റെ വീട്ടിനെ പറ്റിയുള്ള കഥകളൊക്കെ ആണ്ട് കൊടുത്തു. അതോടുകൂടി അത് കഴിഞ്ഞു. അതെ അതെ അതെ. വൈദ്യരുടെ ജീവിത സ്വഭാവത്തിൽ പെരുമാറ്റത്തിലൊക്കെ ഏറ്റവും ആകർഷകമായി തോന്നിയത് എന്താണ്? ഇതൊരു ദാനശീലൻ. രണ്ടാമത് ആർക്കെന്ത് പ്രശ്നത്തിൽ ഇടപെട്ടാലും കഴിയാത്ത പ്രശ്നങ്ങൾ കംപ്ലീറ്റ്, എത്രയോ വിവാഹ ബന്ധങ്ങൾ വേർപെട്ടു പോകുന്നുള്ളിടത്തിലെത്തിയ വൈദ്യരെടുത്ത് എത്തിപ്പെടും. വൈദ്യരത് 2 കൂട്ടി ഒരുമിച്ച്, ചിലർ പറയും അങ്ങനെ വേണം, അപ്പം എനിക്ക് എന്താ വേണ്ടത് ഞാൻ ചെയ്തുതരാം. ചിലർ ഒന്ന് പണിയില്ല എന്ന് പറഞ്ഞാൽ ഭാര്യം വിളിച്ചിട്ട് ഒന്ന് പണിയാക്കി കൊടുക്കും. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും എല്ലാവർക്കും. മൂപ്പര് എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാത്ത പറ്റാത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്.